ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള styles.ott എന്ന ഫയൽ തുറന്ന് ശീർഷകങ്ങൾക്ക് വേണ്ടി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തിയ ഒരു സ്റ്റൈൽ തയ്യാറാക്കുക. ഫോണ്ട് വലിപ്പം 16 പിക്സൽ, ഫോണ്ട് നിറം പച്ച, ഫോണ്ട് ഫാമിലി രചന. ഇത്രയും പ്രത്യേകതകൾ ചേർന്ന പുതിയ ഒരു സ്റ്റൈലാണ് തയ്യാറാക്കേണ്ടത്. അതും ശീർഷകങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ആദ്യമായിട്ട് styles.ott എന്ന ഫയൽ തുറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹോം തുറക്കുന്നു, ഹോം ഫോൾഡർ തുറക്കുന്നു, എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ തുറക്കുന്നു. അതിൽ styles.ott എന്ന ഫയൽ തിരഞ്ഞെടുക്കുന്നു. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇവിടെ പുതിയ സ്റ്റൈൽ നിർമ്മിക്കുവാൻ വേണ്ടി സ്റ്റൈൽ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യും. ഇനി ഇവിടെ നിന്നും ഹെഡിംഗ് എന്നത് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഹെഡിങ്ങിന് വേണ്ടി സ്റ്റൈൽ നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഹെഡിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിന്റെ ഇടതുഭാഗത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഹെഡിങ്ങിന് താഴെയായി നൽകിയിട്ടുള്ള സ്റ്റൈലുകളുടെ വിവരങ്ങൾ ലിസ്റ്റായിട്ട് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പുതിയ സ്റ്റൈൽ നിർമ്മിക്കുവാൻ വേണ്ടി ഹെഡിംഗ് 1 എന്നത് സെലക്ട് ചെയ്യുന്നു. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള ടാബുകൾ ശ്രദ്ധിക്കുക. ഓരോ പ്രത്യേകതകളും ചേർത്ത് കൊടുക്കാൻ ഓരോ ടാബുകളാണുള്ളത്. ഇവിടെ ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ പ്രത്യേകത, ആദ്യത്തെ പ്രത്യേകത ഫോണ്ട് വലിപ്പമാണ്, 16 പിക്സലാണ്. അത് 16 പിക്സലാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഫോണ്ട് എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ഫോണ്ട് എന്ന ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ശതമാനക്കണക്കാണ് കാണുന്നത്. അത് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ബോക്സിനുള്ളിൽ ക്ലിക്ക് ചെയ്യുന്നു. ശതമാനം എന്നത് മാറ്റിയതിന് ശേഷം 16 PT എന്ന് കൊടുക്കുന്നു. പിസ്റ്റൽ എന്നുള്ളതിന് പകരം PT എന്ന് കൊടുക്കുന്നു. അതുപോലെ ഫാമിലി രചന എന്നാ പറഞ്ഞിട്ടുള്ളത്. ഫോണ്ട് ഫാമിലി രചന എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ് മാറ്റം വരുത്തിയത്. കാരണം ഇവിടെ ഡോക്യുമെന്റിൽ ഇംഗ്ലീഷിലാണ് വിവരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത കാര്യങ്ങളെ ബാധിക്കുന്ന ഫോണ്ടാണ് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന ഫോണ്ട് മാറ്റാനാണെങ്കിൽ CTL ഫോണ്ടിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും മാറ്റം വരുത്താം. ഇവിടെ മാറ്റം വരുത്തുന്നു. അവിടെയും 16 പിക്സൽ എന്നാക്കുന്നു. 16 എന്ന് കഴിഞ്ഞതിന് ശേഷം PT എന്ന് ചേർക്കുന്നു. PT എന്ന് ചേർക്കാൻ മറക്കരുത്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ അതിന്റെയും ഫോണ്ടിനെ ഈ പ്രത്യേകത ബാധിക്കുന്നതാണ്. ചോദ്യത്തിൽ പറഞ്ഞ അടുത്ത പ്രത്യേകത ഫോണ്ട് നിറം പച്ച എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഫോണ്ടിന്റെ നിറം പച്ചയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫോണ്ട് ഇഫക്ട്സ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫോണ്ട് കളർ എന്നത് മാറ്റിയിട്ട്, ഓട്ടോമാറ്റിക് എന്നത് മാറ്റിയിട്ട് അവിടെ പച്ച നിറം കൊടുക്കണം. ഇവിടെ ഒരു പച്ച നിറം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ 3 പ്രത്യേകതകളും നമ്മൾ ചേർത്ത് കൊടുത്തു. 16 പിക്സൽ എന്ന് ചേർത്ത് കൊടുത്തു, പച്ച നിറം ചേർത്ത് കൊടുത്തു, രചന എന്ന ഫോണ്ട് ചേർത്ത് കൊടുത്തു. ഇനി ഈ സ്റ്റൈലിനെ സേവ് ചെയ്യണം. സ്റ്റൈലിനെ സേവ് ചെയ്യണമെങ്കിൽ അതിനൊരു പേര് കൊടുക്കണം. അതിനുവേണ്ടി ഓർഗനൈസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ തിരിച്ചറിയുവാൻ വേണ്ടി ഒരു പേര് കൊടുക്കുന്നു. മൈ സ്റ്റൈൽ എന്ന് കൊടുക്കുന്നു. മൈ സ്റ്റൈൽ എന്ന് പേര് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ ഇൻഹെറിറ്റ് ഫ്രം എന്നുള്ളതിൽ ഹെഡിംഗ് 1 എന്നതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഹെഡിംഗ് 1 തന്നെയാണ് കാണുന്നത്. ഇനി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അപ്ലൈ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹെഡിംഗ് 1 എന്നതിനാണ് നമ്മൾ സ്റ്റൈൽ ചേർത്ത് കൊടുത്തത്. അതിൽ സ്റ്റൈൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന ത്രികോണം പോലുള്ള അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചേർത്ത് കൊടുത്ത മൈ സ്റ്റൈൽ എന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിർമ്മിച്ച ഈ സ്റ്റൈലിനെ ശീർഷകങ്ങളിലേക്ക് അഥവാ ഹെഡിങ്ങുകളിലേക്ക് പകർത്തേണ്ടതുണ്ട്. അതിനിവിടെ ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റൈൽ അതിലേക്ക് വന്നിട്ടുണ്ട്. ഫോണ്ട് സൈസ് 16, ഫോണ്ടിന്റെ പേര് രചന, അതിന്റെ നിറം പച്ച. ഇത്രയും പ്രത്യേകതകളാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ആ പ്രത്യേകതകളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു.
ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ശീർഷകത്തിന് മാത്രമാണ് സ്റ്റൈൽ കൊടുത്തത്. എല്ലാ ശീർഷകങ്ങൾക്കും ഇതേ സ്റ്റൈൽ തന്നെ കൊടുക്കുന്നതിന് എന്താണ് മാർഗം? അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ സ്റ്റൈൽ കൊടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്ലോൺ ടൂൾ എടുക്കുന്നു. ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ എടുത്തതിന് ശേഷം അടുത്ത ശീർഷകത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ ആ സ്റ്റൈൽ വന്നു കഴിഞ്ഞു. അടുത്ത ശീർഷകത്തിന് ഇതുപോലെ ക്ലോൺ ടൂൾ ഉപയോഗിച്ചിട്ട് സ്റ്റൈൽ കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ക്ലോൺ ടൂൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ശീർഷകത്തിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായ ഒരു മാർഗം പറയാം. ഹെഡിങ്ങുകളെല്ലാം സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഹെഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് വേണം അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യാൻ. ഇവിടെ കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്തു. വീണ്ടും അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പുതുതായി നിർമ്മിച്ച സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത എല്ലാ ശീർഷകത്തിലേക്കും ആ സ്റ്റൈല് വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യുവാനുണ്ട്. ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. ഹോമിലെ എക്സാം 10ലാണ് ഫയൽ സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം 10 എന്ന ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യുന്നു. ഫയൽ നാമം നൽകിയതിനു ശേഷം സേവ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നു.